പ്രിയമുള്ളവരെ, ജ്യോതിശാസ്ത്രത്തിലെ തെറ്റിദ്ധാരണകളെക്കുറിച്ചുള്ള സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇത്തവണയും നമ്മൾ ചന്ദ്രനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ചന്ദ്രന്റെ നിലാവിൻ്റെ കുളിർമയെക്കുറിച്ചുള്ള ധാരണയെ പോലെ തന്നെ പ്രസിദ്ധമായ മറ്റൊന്നാണ് അതിൻ്റെ തിളക്കത്തെക്കുറിച്ചുള്ള ധാരണ. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോൾ നിൻമുഖം എന്ന് പണ്ട് ഏതോ രാജാവിനെ പുകഴ്ത്താനായി ഒരു കവി എഴുതിയ വരികൾ നമുക്കൊക്കെ പരിചിതമാണ്. ഇതിനെ നമുക്കൊന്ന് ശാസ്ത്രീയമായി പരിശോധിക്കാം. ഒരു വസ്തുവിൻ്റെ തിളക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്വന്തമായി പ്രകാശമില്ലാത്ത ആകാശഗോളങ്ങളായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും പോലെയുള്ള വസ്തുക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആൽബിഡോ എന്ന് പറയുന്നത്. ഒരു വസ്തു അതിൽ വീഴുന്ന പ്രകാശത്തെ എത്രത്തോളം പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നൊരളവാണത്. ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ ഈ ആദ്യം കാണുന്ന വെളുത്ത ചതുരത്തിലേക്ക് കുറച്ച് പ്രകാശം വീഴുന്നതായി കരുതുക. വീഴുന്ന പ്രകാശം മുഴുവൻ അതിൽ നിന്നും പ്രതിഫലിപ്പിക്കുന്നതായും കരുതുക. ഈ അവസരത്തിൽ ആ വസ്തുവിൻ്റെ ആൽബിഡോ 1 ആണെന്ന് പറയാം. അതായത് ഒരു വസ്തു അതിൽ വീഴുന്ന മുഴുവൻ പ്രകാശത്തെയും പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൽബിഡോ 1 ആണെന്ന് പറയാം. ഇവിടെ ആ വസ്തുവിലേക്ക് 5 പ്രകാശരശ്മികൾ വീഴുന്നതിൽ 5 എണ്ണവും പുറത്തേക്ക് പ്രതിഫലിപ്പിക്കപ്പെടുന്നത് കൊണ്ട് 5/5 = 1 എന്ന് നമുക്കിതിനെ ലളിതമായി മനസ്സിലാക്കാം. മറിച്ച് മറ്റൊരു വസ്തു അതിലേക്ക് വീഴുന്ന 5 പ്രകാശരശ്മികളിൽ വെറും 2 പ്രകാശരശ്മികളെ മാത്രമേ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ എന്ന് കരുതുക. ഈ അവസരത്തിൽ അതിൻ്റെ ആൽബിഡോ 0.4 ആണെന്ന് പറയാം. ഇത് 2/5 ആണ്. മറിച്ച് മറ്റൊരു വസ്തുവിൽ അതിലേക്ക് വീഴുന്ന പ്രകാശം അല്പം പോലും പ്രതിഫലിപ്പിക്കപ്പെടുന്നില്ല എന്ന് കരുതിയാലോ, അതിൻ്റെ ആൽബിഡോ 0 ആണെന്ന് കാണാം. അതായത് വീഴുന്ന പ്രകാശത്തെ മുഴുവനായി പ്രതിഫലിപ്പിക്കുന്ന വസ്തുവിൻ്റെ ആൽബിഡോ 1 അല്പം പോലും പ്രതിഫലിപ്പിക്കാതെ പൂർണ്ണമായും പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വസ്തുവിൻ്റെ ആൽബിഡോ 0 എന്നും കണക്കാക്കാം. ഇനി നമുക്ക് ചന്ദ്രനിലേക്ക് മടങ്ങി വരാം. ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ ആൽബിഡോ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 0.12 ആണെന്ന് കാണാം. അതായത് ചന്ദ്രനിലേക്ക് 100 ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം വീഴ്ത്തിച്ചാൽ അതിൽ 12 ടോർച്ചിന്റെ പ്രകാശം മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടൂ. വെറും 12% പ്രകാശമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് എന്നർത്ഥം. അതത്ര വലിയ പ്രതിഫലന ശേഷിയൊന്നും അല്ല. ചന്ദ്രന്റെ ഉപരിതലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബസാൾട്ട് പോലുള്ള പ്രതിഫലന ശേഷി കുറഞ്ഞ പാറകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലന ശേഷി വളരെ കുറവാണ്. മറിച്ച് ഇതേ ആൽബിഡോ ഭൂമിക്ക് എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്ട് 0.4 ആണ് എന്ന് പറയേണ്ടി വരും. അതിന് കാരണവും വ്യക്തമാണ്. ഭൂമിയിലേക്ക് നോക്കൂ. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏതാണ്ട് ഭൂരിഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. വെള്ളം സാമാന്യം നല്ലതുപോലെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വസ്തുവാണെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ ഭൂമിയിലെ വൻകരകളെല്ലാം തന്നെ ചന്ദ്രനിലെ കറുത്ത പാറകളെക്കാൾ വളരെയധികം പ്രതിഫലന ശേഷി കൂടിയ വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള മേഘങ്ങൾ വളരെ നല്ല അളവിൽ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ സഹായിക്കുന്നുമുണ്ട്. ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഭൂമിക്ക് ചന്ദ്രനേക്കാൾ വളരെയധികം ആൽബിഡോ കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ആലോചിച്ച് നോക്കാം. ചന്ദ്രന്റെ നിലാവ് ഭൂമിയിൽ എത്തുന്നത് ചന്ദ്രനിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ഇനി ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി ചന്ദ്രനിൽ വീഴ്ത്തുന്ന നിലാവിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ജന്മനാ തന്നെ ചന്ദ്രനേക്കാൾ പ്രതിഫലന ശേഷി കൂടിയ വസ്തുവാണ് ഭൂമി. മറ്റൊന്ന്, ഭൂമി ചന്ദ്രനേക്കാൾ വളരെ വലിയ ഒരു ഗോളമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ ഏത് വലിപ്പത്തിൽ കാണപ്പെടുന്നോ അതിനേക്കാൾ വളരെ വലിപ്പത്തിലാണ് ഭൂമി ചന്ദ്രനിൽ കാണപ്പെടുക. ഈ 2 കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ ചന്ദ്രന്റെ ഭൂമിയിൽ വീഴുന്ന നിലാവിനേക്കാൾ 100 മടങ്ങ് പ്രഭയുള്ള നിലാവാണ് ഭൂമിയുടേതായി ചന്ദ്രനിൽ വീഴുന്നത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതായത് ചന്ദ്രനേക്കാൾ നല്ല നിലാവ് നമ്മുടെ സ്വന്തം ഭൂമിയുടേതാണ് എന്നർത്ഥം. ഇനി മറ്റൊരാളെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഇത് ശനി ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളിൽ ഒന്നായ എൻസെലാഡസ് ആണ്. ഈ ആളെ ഇവിടെ പരിചയപ്പെടുത്താൻ കാരണം എൻസെലാഡസ് അതിലേക്ക് വീഴുന്ന പ്രകാശത്തിന്റെ 99% പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇത് സൗരയൂഥത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രതിഫലന ശേഷി കൂടിയ ഒരു വസ്തുവാണ്. അപ്പോൾ ഇനി കവിത ചൊല്ലുമ്പോൾ
മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോൾ നിൻമുഖം എന്ന പ്രയോഗത്തെക്കാൾ മന്നവേന്ദ്ര വിളങ്ങുന്നു ഭൂമിയെപ്പോൾ നിൻമുഖം എന്നോ മന്നവേന്ദ്ര വിളങ്ങുന്നു എൻസലാഡസിനെപ്പോൾ നിൻമുഖം എന്നോ പാടുന്നതായിരിക്കും ശാസ്ത്രീയമായി കുറച്ചുകൂടി ശരി.